നിങ്ങൾക്കറിയാമോ, ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനമായ ത്രിപുരയിലെ നിബിഡ വനങ്ങൾക്കുള്ളിൽ മനുഷ്യനിർമ്മിതിയോ അതോ ദൈവീകമായ അത്ഭുതമോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം വിസ്മയിപ്പിക്കുന്ന ഒരു പുരാവസ്തു പൈതൃക കേന്ദ്രമുണ്ട്. ഉനകോടി എന്നാണ് ഈ പ്രദേശത്തിൻ്റെ പേര്. പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകളിലെ കൂറ്റൻ പാറകളിൽ നേരിട്ട് കൊത്തിയെടുത്തിട്ടുള്ള ആയിരക്കണക്കിന് ശില്പങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. അജന്തയിലെയോ എല്ലോറയിലെയോ പോലെ ഗുഹകൾക്കുള്ളിൽ നിർമ്മിച്ചവയല്ല ഈ വിഗ്രഹങ്ങൾ എന്നത് ഇവയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. വനത്തിൻ്റെ വന്യതയ്ക്കുള്ളിൽ പ്രകൃതിയോട് ലയിച്ചു ചേർന്ന രീതിയിലാണ് ഈ കൂറ്റൻ ശില്പങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ചരിത്രകാരന്മാരെയും സഞ്ചാരികളെയും ഒരേപോലെ ആശയക്കുഴപ്പത്തിലാകുന്ന അനേകം നിഗൂഢതകൾ ഈ മണ്ണിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. കംബോഡിയയിലെ വിഖ്യാതമായ അങ്കോർ വാട്ട് ക്ഷേത്ര സമുച്ചയത്തോട് സാമ്യമുള്ളതിനാൽ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ അങ്കോർ വാട്ട് എന്നും ഈ പ്രദേശം വിശേഷിപ്പിക്കപ്പെടുന്നു. ഭാരതത്തിൻ്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇനിയും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന, എന്നാൽ ഏതൊരു യാത്രാപ്രേമിയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അത്യപൂർവമായ ഒരു വിസ്മയമാണ് ഉനകോടി. ഉനകോടി എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു കോടിയിൽ ഒന്ന് കുറവ് അഥവാ 99,99,999 എന്നാണ്. ഈ പേരിന് പിന്നിൽ ഹിന്ദു പുരാണങ്ങളുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ ഭഗവാൻ ശിവൻ ഒരു കോടി ദേവീ ദേവന്മാരുമായി കാശിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ രാത്രിയായപ്പോൾ അവർ ഈ വനപ്രദേശത്ത് വിശ്രമിക്കാൻ തീരുമാനിച്ചു. സൂര്യോദയത്തിന് മുൻപായി എല്ലാവരും ഉണർന്ന് യാത്ര തുടരണമെന്ന് ശിവൻ കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചുയർന്നപ്പോഴും ഭഗവാൻ ശിവൻ ഒഴികെയുള്ള മറ്റ് ദേവീദേവന്മാരെല്ലാം അമിതമായ ക്ഷീണം കാരണം ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റില്ല. ഇതിൽ അത്യധികം കോപിഷ്ഠനായ ശിവൻ ഉറങ്ങിക്കിടന്ന 99,99,999 ദേവന്മാരെയും കല്ലുകളായി മാറട്ടെ എന്ന് ശപിക്കുകയും അദ്ദേഹം മാത്രം ഒറ്റയ്ക്ക് കാശിയിലേക്ക് യാത്ര തുടരുകയും ചെയ്തു എന്നാണ് ഒരു കഥ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രാദേശിക ഐതിഹ്യം കൂടിയുണ്ട്. അക്കാലത്ത് ജീവിച്ചിരുന്ന കല്ലുകുമാർ എന്നു പേരുള്ള ഒരു മികച്ച ശില്പിയുമായി ബന്ധപ്പെട്ടതാണ് ഈ കഥ. ഭഗവാൻ ശിവന്റെയും പാർവതിയുടെയും പരമഭക്തനായിരുന്ന കല്ലുകുമാറിന് അവരോടൊപ്പം കൈലാസത്തിലേക്ക് പോകണമെന്ന വലിയൊരാഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഒരു സാധാരണ മനുഷ്യനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ ശിവന് താല്പര്യമുണ്ടായിരുന്നില്ല. ശില്പിയുടെ നിർബന്ധത്തിന് വഴങ്ങിയ ശിവൻ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. ഒറ്റ രാത്രി കൊണ്ട് ഒരു കോടി ദേവന്മാരുടെ ശില്പങ്ങൾ ഈ മലനിരകളിൽ കൊത്തിത്തീർത്താൽ കൂടെ കൂട്ടാം എന്നായിരുന്നു ആ നിബന്ധന. ശില്പി രാത്രി മുഴുവൻ ഉറക്കമുളച്ച് കഠിനമായി പണിയെടുത്തു. എന്നാൽ സൂര്യോദയത്തിന് മുമ്പ് ശില്പങ്ങൾ എണ്ണി നോക്കിയപ്പോൾ ഒരു കോടി തികയാൻ ഒരെണ്ണത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ശില്പിയുടെ കൈലാസയാത്ര എന്ന സ്വപ്നം തകരുകയും ആ പ്രദേശം ഉനകോടി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുകയും ചെയ്തു എന്നാണ് നാട്ടുകാർക്കിടയിലുള്ള വിശ്വാസം. ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ ഈ ശില്പങ്ങൾ എന്ന് ആര് നിർമ്മിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകാൻ പുരാവസ്തു ഗവേഷകർക്ക് ഇന്നും സാധിച്ചിട്ടില്ല. ലഭ്യമായ തെളിവുകളുടെയും ശില്പങ്ങളുടെ ശൈലിയുടെയും അടിസ്ഥാനത്തിൽ ഇവ 8-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിൽ നിർമ്മിക്കപ്പെട്ടവയാണെന്നാണ് അനുമാനിക്കുന്നത്. ഈ പ്രദേശത്ത് മാണിക്യ രാജവംശം ഭരണം ആരംഭിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടത്. അക്കാലത്ത് ഇതൊരു പ്രധാനപ്പെട്ട ശൈവ ആരാധനാ കേന്ദ്രമായിരുന്നു എന്നതിന് വ്യക്തമായ സൂചനകളുണ്ട്. ബംഗാളിലെ പാലാ സാമ്രാജ്യത്തിൻ്റെ കാലത്താണ് ഉനകോടി ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായി മാറിയതെന്ന് ചില ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. കൂടാതെ ഈ ശില്പങ്ങളിൽ ബൗദ്ധ സംസ്കാരത്തിൻ്റെ സ്വാധീനമുണ്ടായിരുന്നതായി സംശയിക്കുന്നവരുമുണ്ട്. സമതടയിലെ ശ്രീഭൂമി കേന്ദ്രീകരിച്ച് ഭരിച്ചിരുന്ന ദേവ രാജവംശത്തിൻ്റെ പിന്തുണയോടെയാണ് ഈ ശില്പങ്ങൾ നിർമ്മിക്കപ്പെട്ടതെന്നും ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ മേഖലയിൽ ഇനിയും വിപുലമായ പഠനങ്ങളും ഖനനങ്ങളും നടക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു സംഭവം സമീപകാലത്ത് നടക്കുകയുണ്ടായി. 2025 ജനുവരി മാസത്തിൽ ഉനകോടി ജില്ലയിലെ കൈലാസഹർ മേഖലയിൽ ഭൂമി തുരക്കുന്നതിനിടയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അപൂർവ ശില്പം തൊഴിലാളികൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. ഉനകോടിയിലെ ശില്പങ്ങളോട് സമാനമായ ശൈലിയിലുള്ള ഈ വിഗ്രഹം നിലവിൽ പുരാവസ്തു വകുപ്പും വിദഗ്ധരും വിശദമായി പഠിച്ചു വരികയാണ്. ഇത് കാണിക്കുന്നത് ഉനകോടിയുടെ യഥാർത്ഥ ചരിത്രവും വ്യാപ്തിയും നമ്മൾ കാണുന്നതിനേക്കാൾ വളരെ വലുതാണ് എന്നാണ്. നൂറ്റാണ്ടുകളായി പ്രകൃതിയുടെ മാറ്റങ്ങൾക്കും അവഗണനകൾക്കും ഇരയായിട്ടും ഈ വിഗ്രഹങ്ങൾ ഇപ്പോഴും അവയുടെ ഗാംഭീര്യം നിലനിർത്തുന്നു എന്നത് അന്നത്തെ ശില്പികളുടെ അസാധാരണമായ വൈദഗ്ധ്യത്തിൻ്റെ തെളിവാണ്. ഈ പുരാവസ്തു കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം ഉനകോടീശ്വര കാലഭൈരവൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ ശിവന്റെ ഭീമാകാരമായ മുഖമാണ്. ഏകദേശം 30 അടി ഉയരമുള്ള ഈ ശില്പം ഒരു കൂറ്റൻ പാറയിലാണ് കൊത്തിയെടുത്തിട്ടുള്ളത്. ശിവന്റെ തലയിലുള്ള കിരീടത്തിന് മാത്രം 10 അടിയോളം ഉയരമുണ്ട്. ഈ കിരീടത്തിൻ്റെ ഇരുവശങ്ങളിലുമായി സിംഹത്തിന് മുകളിൽ നിൽക്കുന്ന ദുർഗാദേവിയുടെയും മറ്റൊരു ദേവതയുടെയും പൂർണ്ണ രൂപത്തിലുള്ള ശില്പങ്ങളും നമുക്ക് കാണാം.
ഇതിനു പുറമെ കുന്നിൻ ചെരുവുകളിൽ പകുതിയോളം മണ്ണിൽ പൂണ്ടുപോയ രീതിയിൽ 3 കൂറ്റൻ നന്ദികേശന്മാരുടെ ശില്പങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അല്പം മാറി ഗണപതി ഭഗവാന്റെ വ്യത്യസ്തമായ രീതിയിലുള്ള വലിയ ശില്പങ്ങളും കൊത്തിവച്ചിട്ടുണ്ട്. ഇവ കൂടാതെ ഹനുമാൻ, ഉത്തരാമഹേശ്വരൻ തുടങ്ങിയ മറ്റ് ഹിന്ദു ദേവതകളുടെ ചെറുതും വലുതുമായ 100 കണക്കിന് ശില്പങ്ങൾ ഈ വനപ്രദേശത്ത് ചിതറിക്കിടക്കുന്നുണ്ട്. കാട്ടിലെ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഈ ശില്പങ്ങൾക്ക് നടുവിലൂടെ ഒഴുകിയിറങ്ങുന്നത് കാണാൻ അതീവ മനോഹരമാണ്. മംഗോളിയൻ മുഖഭാവങ്ങളോട് സാമ്യമുള്ള ശൈലിയിലാണ് ഇവിടുത്തെ ഭൂരിഭാഗം ശില്പങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് എന്നത് ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ്. ഉനകോടിയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര തലത്തിൽ ഇതിന് വലിയ അംഗീകാരങ്ങളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2022 ഡിസംബറിലാണ് യുനെസ്കോ തങ്ങളുടെ ലോക പൈതൃക പദവിക്കായുള്ള താൽക്കാലിക പട്ടികയിൽ ഉനകോടിയെ ഉൾപ്പെടുത്തിയത്. കിഴക്കൻ ഇന്ത്യയിലെ ശില്പകലയുടെ ഏറ്റവും മികച്ച അവശേഷിപ്പുകളിൽ ഒന്നായാണ് യുനെസ്കോ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണയിലാണ് നിലവിൽ ഈ പ്രദേശമുള്ളത്. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഈ പ്രദേശത്തിന്റെ വികസനത്തിനായി വലിയ തുകയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ധനസഹായത്തോടെ ഈ മേഖലയിലെ ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി സഞ്ചാരികൾക്കായി ആധുനിക രീതിയിലുള്ള കഫറ്റീരിയകൾ, ശുചിമുറികൾ, വലിയ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കിയിരിക്കുന്നു. സമീപത്തുള്ള സോനാമുഖി ടീ എസ്റ്റേറ്റിൽ വലിയൊരു മെഡിറ്റേഷൻ സെന്ററും അഡ്വഞ്ചർ സ്പോർട്സ് സൗകര്യങ്ങളും ഉൾപ്പെടുത്തുന്ന ആധുനിക താമസ സൗകര്യം വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഉനകോടി സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഈ സമയത്ത് ത്രിപുരയിൽ വളരെ സുഖകരമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടാറുള്ളത്. പ്രാദേശികമായ ആചാരങ്ങളും സംസ്കാരവും അടുത്തറിയാൻ താൽപ്പര്യമുള്ളവർക്ക് ഏപ്രിൽ അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ നടക്കുന്ന പ്രശസ്തമായ അശോകാഷ്ടമി മേളയുടെ സമയത്ത് യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ ഉത്സവകാലത്ത് ആയിരക്കണക്കിന് ഭക്തരും സഞ്ചാരികളുമാണ് ഈ പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്താറുള്ളത്. നിബിഡ വനത്തിനുള്ളിലെ കൽപ്പടവുകളിലൂടെയും അതുപോലെ കാട്ടുപാതകളിലൂടെയും ഒരുപാട് ദൂരം നടന്നു വേണം ഈ ശില്പങ്ങൾ പൂർണ്ണമായി കാണാൻ എന്നതിനാൽ യാത്രയ്ക്ക് അനുയോജ്യമായ ചെരുപ്പുകളും വസ്ത്രങ്ങളും ധരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി യാത്രാ മാർഗങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഉനകോടിക്ക് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിലെ മഹാരാജ ബിർ ബിക്രം എയർപോർട്ടാണ്. ഇവിടെ നിന്നും ഏകദേശം 180 കിലോമീറ്റർ റോഡ് മാർഗം സഞ്ചരിച്ചാൽ ഉനകോടിയിൽ എത്തിച്ചേരാം. ട്രെയിൻ മാർഗമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഉനകോടിയിൽ നിന്നും വെറും 20 കിലോമീറ്റർ മാത്രം അകലെയുള്ള കുമാർഘട്ട് റെയിൽവേ സ്റ്റേഷനാണ് ഏറ്റവും അടുത്തുള്ളത്. അഗർത്തല, ധർമ്മനഗർ, കൈലാസനഗർ തുടങ്ങിയ നഗരങ്ങളിൽ നിന്നും ഇവിടേക്ക് യഥേഷ്ടം ബസ്സുകളും ടാക്സി സർവീസുകളും ലഭ്യമാണ്. നഗര തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതിയുടെ മടിത്തട്ടിൽ ചരിത്രവും പുരാണങ്ങളും ഒത്തുചേർന്ന ഒരു വേറിട്ട അനുഭവം ആഗ്രഹിക്കുന്ന ഏതൊരു സഞ്ചാരിക്കും ഉനകോടി ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രാ അനുഭവമായിരിക്കും സമ്മാനിക്കുക. ഉനകോടി കേവലം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല, മറിച്ച് ഭാരതത്തിൻ്റെ സമ്പന്നമായ ശില്പകലാ പാരമ്പര്യത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ജീവിക്കുന്ന തെളിവാണ്. പ്രകൃതിയുടെ കാഠിന്യമേറിയ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിച്ച് ഇത്രയും കാലം നിലനിന്ന ഈ ശില്പങ്ങൾ വരും തലമുറകൾക്കായി കൃത്യമായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ത്രിപുര സർക്കാരും നടത്തുന്ന പുതിയ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തെ ആഗോള ടൂറിസം ഭൂപടത്തിൽ മുൻനിരയിൽ എത്തിക്കാൻ സഹായിക്കുമെന്നതിൽ തർക്കമില്ല. പ്രകൃതിയും മനുഷ്യന്റെ അതിശയിപ്പിക്കുന്ന സർഗാത്മകതയും ഒത്തുചേരുന്ന ഇത്തരം അപൂർവ വിസ്മയങ്ങൾ സന്ദർശിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ സംസ്കാരത്തെയും പൈതൃകത്തെയുമാണ് ആദരിക്കുന്നത്. നിഗൂഢതകളുടെ ഈ കാടുകളിലേക്ക് നടന്നു കയറുന്ന ഓരോ സഞ്ചാരിയും മടങ്ങുന്നത് മനസ്സിൽ 1 കോടി വിസ്മയങ്ങൾ ബാക്കി വെച്ചുകൊണ്ടായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.